എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് IVF റിലേറ്റഡ് നിങ്ങളിൽ പലരും ഇപ്പോഴും വിശ്വസിക്കുന്ന കുറച്ച് തെറ്റായ ധാരണകളും അതിൻ്റെ കൂടെ തന്നെ നിങ്ങളോട് ഇതുവരെ ആരും പറഞ്ഞു തരാത്ത കുറച്ച് സത്യങ്ങളും. ഒരുപാട് കപ്പിൾസിന് ഇൻഫെർട്ടിലിറ്റി പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ലാസ്റ്റ് ഓപ്ഷനായ IVF അവരോട് ഡോക്ടർ പറഞ്ഞാൽ അവരുടെ മനസ്സിൽ ഈ ഉത്കണ്ഠ മൂലം IVF ചെയ്യണം എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ ഒരുപാട് വൈകി പോകാറുണ്ട്. അപ്പോൾ IVF റിലേറ്റഡ് ഉള്ള തെറ്റായ ധാരണകളും സത്യങ്ങളും എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് ഒക്കെ കാണുന്നതെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജിനി. നിങ്ങൾ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്ത് വെക്കാൻ നിങ്ങൾ ആരും മറക്കല്ലേ. അപ്പോൾ വേഗം തന്നെ ഒട്ടും ഡിലേ ഇല്ലാതെ ഇന്നത്തെ ടോപ്പിക്കിലോട്ട് നമുക്ക് പോകാം. ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നോർമലി IVF എന്ന് കേട്ടാലേ ആദ്യം ആളുകളുടെ മനസ്സിൽ വരുന്നത് IVF ഒരുപാട് കോസ്റ്റ്ലി ആണെന്നാണ്. IVF ചെയ്യുന്ന ഒരുപാട് സെൻറ്റേഴ്സ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ IVF എന്ന് പറയുന്ന പ്രൊസീജിയർ ഇത്രയും ഫേമസ് ആയത് ഈ ഒരു കാലഘട്ടത്തിലാണ്. പക്ഷേ ഫോറിൻ കൺട്രീസിൽ ഏകദേശം 30 തൊട്ട് 35 വർഷം കൊണ്ട് IVF പ്രൊസീജിയർ ചെയ്യുന്നുണ്ട്. IVF എന്ന് പറഞ്ഞ പ്രൊസീജിയറിൻ്റെ കോസ്റ്റ് ഇന്ത്യയിൽ ഏകദേശം 1 ലക്ഷം തൊട്ട് 1.5 ലക്ഷത്തിൻ്റെ അടുത്ത് വരും. ഓരോ സെൻറ്റേഴ്സ് അനുസരിച്ച് അത് മാറി മാറി വരും. നിങ്ങൾ ടൈമിൻ്റെ കാര്യം ഒന്ന് ഓർത്ത് നോക്ക്. ഒരുപാട് കപ്പിൾസ് അവരുടെ ലൈഫിൻ്റെ പ്രഷ്യസ് ആയിട്ടുള്ള 5-6 വർഷം എല്ലാ ടെസ്റ്റുകളും ചെയ്യാനായിട്ടും ഒരുപാട് മെഡിസിൻസ് കഴിച്ചും ചിലപ്പോൾ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് എടുത്തും ചിലപ്പോൾ ഹോമിയോപ്പതിക് ട്രീറ്റ്മെൻറ്റ് എടുത്തും ചിലപ്പോൾ അലോപ്പതിക് ട്രീറ്റ്മെൻറ്റ് എടുത്തും ഒരുപാട് ഡോക്ടേഴ്സിനെ മാറി മാറി കാണിച്ചും ഒക്കെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാകും. ഈ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാ ചെലവും കൂടി നോക്കിയാൽ ഏകദേശം 1.5 ലക്ഷം രൂപയോളം തന്നെ ആയിട്ടുണ്ടാകും. എന്നിട്ടും നിങ്ങൾക്ക് റിസൾട്ടും കിട്ടിയിട്ടുണ്ടാവത്തില്ല. അതേസമയം IVF ചെയ്യാൻ ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ IVF ചെയ്താൽ ഫസ്റ്റ് സൈക്കിളിൽ തന്നെ സക്സസ് ആകാനുള്ള റേറ്റ് 50 തൊട്ട് 60%. നിങ്ങൾക്ക് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഒക്കെ സൈക്കിളിൽ പ്രൊസീജിയർ ചെയ്യേണ്ടി വന്നാൽ സക്സസ് റേറ്റ് ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. ഒരു മേജർ സ്റ്റഡീസിൽ ഇപ്പോൾ പറയുന്നത് 6 സൈക്കിളിൽ IVF ചെയ്യുമ്പോൾ സക്സസ് റേറ്റ് 90 തൊട്ട് 96% ആകും എന്നാണ്. അപ്പോൾ നിങ്ങൾ കോസ്റ്റിൻ്റെ കാര്യം ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിലെ ആ പ്രഷ്യസ് വർഷത്തെ പറ്റി ചിന്തിക്കുക. നിങ്ങൾ ഇത്രയും നാൾ ഒരു കുഞ്ഞിന് വേണ്ടി അനുഭവിച്ച എല്ലാ പ്രയാസത്തെ പറ്റിയും ഓർക്കുക. അതിനുവേണ്ടി നിങ്ങൾ ചിലവഴിച്ച എമൗണ്ടിനെ പറ്റിയും ഓർക്കുക. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, IVFൽ ഉണ്ടാവുന്ന കുഞ്ഞ് സ്വന്തം കുഞ്ഞല്ല എന്ന് ചിന്തിക്കുന്നവർ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? IVF ചെയ്യുവാണെന്ന് പുറത്തു പറയാൻ പോലും ചിലവർക്ക് മടിയാണ്. ആളുകൾ എന്ത് ചിന്തിക്കും എന്നോർത്ത്. പക്ഷേ അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. IVF എന്ന് പറയുന്ന പ്രൊസീജിയറിൽ നമ്മൾ എംബ്രിയോസ് ഉണ്ടാക്കുമ്പോൾ അത് ജനറ്റിക്കലി നിങ്ങളുടെ തന്നെ അണ്ടവും സ്പേമും വെച്ചാണ് ചെയ്യുന്നത്. സാധാരണ IVF ചെയ്യുമ്പോൾ നിങ്ങളുടെ തന്നെ അണ്ടവും സ്പേമും മിക്സ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ കേസിൽ നിങ്ങൾക്ക് ഡോണർ എഗ്ഗിൻ്റെ ആവശ്യം വന്നാൽ വേറെ ആരുടെയെങ്കിലും എഗ് എടുക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളോട് പറയും. അതിനുവേണ്ടി ലീഗൽ പ്രൊസീജിയേഴ്സ് എല്ലാം കറക്റ്റായി ചെയ്തതിന് ശേഷം മാത്രമേ അത് ചെയ്യത്തുള്ളൂ. IVF നിങ്ങളുടെ അണ്ടവും നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ സ്പേമും വെച്ച് ചെയ്താലും ഡോണർ എഗ് വെച്ച് ചെയ്താലും ഡോണർ സ്പേം യൂസ് ചെയ്താലും ഇതെല്ലാം ഹൈലി കോൺഫിഡൻഷ്യലാണ്. ഇത് ഡോക്ടറിനും പേഷ്യൻസിനും മാത്രമേ അറിയത്തുള്ളായിരിക്കും നിങ്ങളുടെ IVF ബേബി ആണെന്ന്. യൂഷ്വലി നിങ്ങളുടെ റിലേറ്റീവ്സിനോട് പോലും പറയാറില്ല. നിങ്ങൾക്ക് ഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ശരിയായ സമയത്ത് ശരിയായ ഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ പോയി നിങ്ങളുടെ ചെക്കപ്പ് ചെയ്യിക്കുക. ഒരുപക്ഷെ നിങ്ങൾക്ക് IVF ചെയ്യാനാണ് ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുന്നതെങ്കിൽ ഒട്ടും ഡിലേ ആക്കാതെ എത്രയും വേഗം തന്നെ IVF ചെയ്യാൻ ശ്രമിക്കുക.
അടുത്തൊരു പോയിൻ്റാണ് IVF എന്ന് പറയുമ്പോഴേ ഒരുപാട് പേരുടെ മനസ്സിൽ പേടിയുണ്ടാകും. അവർ വിചാരിക്കുന്നത് IVF എന്ന് പറയുന്നത് ഒരുപാട് പെയിൻഫുൾ പ്രൊസീജിയർ ആണെന്നാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. IVFൽ നേരത്തെ ഉള്ള ഇഞ്ചെക്ഷൻസ് ഓയിൽ ബേസ്ഡ് ഇഞ്ചെക്ഷൻസ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാ ഇഞ്ചെക്ഷൻസും അക്വസ് ഫോമിൽ വന്നു കഴിഞ്ഞു. എഗ്ഗിൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എല്ലാ ഇഞ്ചെക്ഷൻസും ഒരു പെന്നിലാണ് വരുന്നത്. അത് നിങ്ങൾക്ക് സ്കിന്നിൽ എടുക്കാവുന്നതാണ്. IVFൽ യൂസ് ചെയ്യുന്ന ഇഞ്ചെക്ഷൻസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള ഡെഡിക്കേറ്റഡ് വീഡിയോ നമ്മൾ നേരത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്ക് കൊടുക്കാം, കണ്ടു നോക്കുക. പിന്നെ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ചിലവരുടെ ധാരണ IVFൽ ഒരുപാട് മെഡിസിൻസ് കഴിക്കേണ്ടി വരും, ഒരുപാട് ഇഞ്ചെക്ഷൻസ് എടുക്കേണ്ടി വരും, അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് അത് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കും, അണ്ഡാശയം കേടാകും, ഗർഭാശയത്തിലും നെഗറ്റീവ് എഫക്റ്റ് വരും എന്നൊക്കെയാണ്. പക്ഷേ അങ്ങനെയല്ല. IVFൽ എഗ് റിട്രീവലിന് മുമ്പായിട്ട് 8 തൊട്ട് 10 ദിവസം നിങ്ങൾക്ക് ഇഞ്ചെക്ഷൻസ് എടുക്കേണ്ടി വരും. അതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് ആ ഒരു മാസത്തെ സൈക്കിൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു എഫക്റ്റും ബോഡിയിൽ കാണില്ല. ഒരുപാട് മെഡിസിൻസ് എടുക്കേണ്ടി വരും. എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞും ഒരുപാട് ഇഞ്ചെക്ഷൻസ് എടുക്കേണ്ടി വരും. നിങ്ങളുടെ ശരീരത്തിൽ IVF കാരണം ഒരുപാട് വേദന അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ് കൊടുക്കുന്ന പ്രൊജസ്ട്രോൺ സപ്പോർട്ട് അത് അകത്ത് വെച്ചിരിക്കുന്ന എംബ്രിയോ ഇംപ്ലാന്റ് ആകാനായിട്ടാണ്, നല്ലതായിട്ട് ഗ്രോ ആകാനായിട്ട് ഒക്കെയാണ്. പ്രൊജസ്ട്രോൺ ഇപ്പോൾ വ്യത്യസ്തമായ ഫോംസിൽ അവൈലബിൾ ആണ്. ടാബ്ലറ്റ് ആയിട്ടും ഇഞ്ചെക്ഷൻസ് ആയിട്ടും വജൈനിൽ വെക്കുന്ന തരത്തിലെ ജെല്ലായിട്ടും ടാബ്ലറ്റ് ആയിട്ടും ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതൊട്ടും പെയിൻഫുൾ അല്ല. നിങ്ങൾ ടൈമിൻ്റെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ടാബ്ലറ്റ് ആണെങ്കിൽ കറക്റ്റ് ടൈമിൽ തന്നെ അത് കഴിക്കുക. IVFൽ നിങ്ങൾ ടൈമിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഏത് മെഡിസിൻ അല്ലെങ്കിൽ ഏത് ഇഞ്ചെക്ഷൻസ് ഏത് സമയത്താണോ ഡോക്ടർ എടുക്കാൻ പറഞ്ഞേ അത് കൃത്യമായി ഫോളോ ചെയ്യുക. ഇനിയും പ്രഗ്നൻസി ആയാലും ആദ്യത്തെ 3 മാസം കഴിഞ്ഞ് നോർമൽ പ്രഗ്നൻസി പോലെ തന്നെയാണ് IVF പ്രഗ്നൻസിയും. അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് IVFൽ എല്ലാവരും ചിന്തിക്കുന്നത് ബെഡ് റെസ്റ്റ് ആവശ്യം ആണെന്നാണ്. ഒന്ന് എണീക്കാൻ പോലും പറ്റില്ലെന്നാണ് ഒരുപാട് പേര് ഇപ്പോഴും ചിന്തിക്കുന്നത്. അങ്ങനെയല്ല. IVFൽ എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ് ഒരു 3-4 മണിക്കൂർ നിങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ റെസ്റ്റ് എടുത്തതിന് ശേഷം നിങ്ങളുടെ നോർമൽ റുട്ടീൻ വർക്ക് എല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ വർക്കിംഗ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരുപാട് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ സ്ട്രെസ് എടുക്കാതിരിക്കുക. എപ്പോഴും കിടന്നാലും IVFൽ റിസൾട്ട് നെഗറ്റീവ് വരും. അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഒരുപാട് പേര് വിചാരിക്കുന്നത് IVFൽ ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾ നോർമൽ കുഞ്ഞുങ്ങളെ പോലെ അല്ല എന്നാണ്. അങ്ങനെയല്ല. ഈ ഒരു ടോപ്പിക്കിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡെഡിക്കേറ്റഡ് വീഡിയോ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ബട്ടണിലും ലിങ്ക് കൊടുക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് IVFൽ സിസേറിയൻ മാത്രമേ നടക്കൂ, നോർമൽ ഡെലിവറിക്ക് ചാൻസ് ഇല്ലെന്നാണ് ആളുകൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അങ്ങനെയല്ല. IVFൽ പ്രഗ്നൻസി ആയിട്ട് നിങ്ങളുടെ ഏജ് കുറവാണെങ്കിൽ, കുഞ്ഞിൻ്റെ വെയിറ്റ് നോർമൽ ആണെങ്കിൽ, കുഞ്ഞിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല എങ്കിൽ, അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എല്ലാം നോർമൽ ആണെങ്കിൽ നോർമൽ ഡെലിവറിക്കും ചാൻസ് ഉണ്ട്. IVFൽ സിസേറിയൻ കൂടുതൽ കേസസിൽ കാണാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ IVF സാധാരണയായി ഏജ് കൂടുതൽ ഉള്ളവർ, ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ് ഒക്കെ ഉള്ളവർ, വേറെ ബുദ്ധിമുട്ടുകൾ ഉള്ളവർ ഒക്കെയാണ് ചെയ്യാറ്. പിന്നെ ചിലവർ ഡയറക്റ്റായി ഡോക്ടറോട് ആവശ്യപ്പെടാറുണ്ട് സിസേറിയന് വേണ്ടിയിട്ട്. കാരണം IVF ആയതുകൊണ്ട് തന്നെ അവർ റിസ്ക് എടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ സിസേറിയൻ റേറ്റ് കൂടുതലാണ്. പക്ഷേ സിസേറിയൻ മാത്രമേ IVFൽ ആവത്തുള്ളൂ എന്ന് ഉറപ്പുവരുത്താനും നമുക്ക് പറ്റില്ല. അടുത്ത ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഏജ് കുറവുള്ളപ്പോൾ IVFന് പോകേണ്ട ആവശ്യം ഇല്ലെന്നാണ് ഇപ്പോഴും പലരും ചിന്തിക്കുന്നത്. അങ്ങനെയല്ല. നിങ്ങൾക്ക് 2 ട്യൂബും ബ്ലോക്ക് ആണെങ്കിലോ എൻഡോമെട്രിയത്തിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലോ ഒക്കെ ഏജ് കുറവാണെങ്കിൽ പോലും ഡോക്ടർ IVF റെക്കമെൻഡ് ചെയ്തെങ്കിൽ നിങ്ങൾ IVF ട്രീറ്റ്മെൻറ്റിനായിട്ട് മുന്നോട്ട് പോകുക. നിങ്ങൾ IVF കാൻഡിഡേറ്റ് ആണെങ്കിൽ ഏജ് കുറവാണെങ്കിൽ പോലും ഗോ ഫോർ ദാറ്റ് ഓപ്ഷൻ. സക്സസ് റേറ്റ് കൂടും. ശരിയായ ഏജിൽ നിങ്ങൾ ട്രീറ്റ്മെൻറ്റിന് പോയാൽ ശരിയായ ഏജിൽ നിങ്ങൾ കൺസീവ് ആകുകയും ശരിയായ ഏജിൽ നിങ്ങളുടെ കയ്യിൽ കുഞ്ഞിനെ കിട്ടുകയും ആ കുഞ്ഞിനെ ലാളിക്കാനും വളർത്തുവാനും നിങ്ങൾക്ക് പറ്റും. IVFന് പോകുന്നത് ഏജ് കുറവായതുകൊണ്ട് ശരിയല്ല എന്ന് ഇനിയും ആരും ചിന്തിക്കരുത്.
അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് IVFൽ ട്വിൻസ് ആണ് ഉണ്ടാവുന്നത് എന്ന് കമ്പൽസറി ആയി ചിലവർ പറയുന്നത് കേട്ടിട്ടുണ്ട്. IVFൽ മൾട്ടിപ്പിൾ പ്രഗ്നൻസി റേറ്റ് കൂടുതലാണ്. ബട്ട് അവരുടെ അകത്ത് ട്രാൻസ്ഫർ ചെയ്യുന്ന എംബ്രിയോസ് എത്ര ആവണം എന്നുള്ളത് അത് ഡോക്ടറും പേഷ്യൻസുമാണ് ഡിസൈഡ് ചെയ്യുന്നത്. 3-4 എംബ്രിയോസ് നിക്ഷേപിക്കുവാണെങ്കിൽ ട്വിൻ പ്രഗ്നൻസി റേറ്റ് കൂടും. ഒരു എംബ്രിയോയെ ട്രാൻസ്ഫർ ചെയ്തുള്ളെങ്കിൽ അത് സിംഗിൾ പ്രഗ്നൻസിയും ആകും. എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞ് എംബ്രിയോ ഇംപ്ലാന്റ് ആകുന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ട്വിൻസ് ആണോ, ട്രിപ്ലെറ്റ്സ് ആണോ, സിംഗിൾ ആണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡെഡിക്കേറ്റഡ് വീഡിയോ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ അതുകൂടി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ടോപ്പിക് റിലേറ്റഡ് ഇനിയും നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിലോ വേറെ ഏതെങ്കിലും ടോപ്പിക് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ താഴെ കമൻറ്റ് സെക്ഷനിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. പേഴ്സണലി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജിലൂടെയോ മെയിലിലൂടെയോ ഇൻസ്റ്റഗ്രാമിലൂടെയോ നിങ്ങൾക്ക് ചോദിക്കാം. ഇത് മൂന്നിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് റെഗുലർ അപ്ഡേറ്റ്സിനായിട്ട് ബെലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ നിങ്ങൾ ആരും മറക്കരുത്. എന്നാൽ മാത്രമാണ് നമ്മൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇനിയും അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. ഇറ്റ്സ് മീ ജെനി സൈനിങ് ഓഫ്. ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.